ഇപ്രാവശ്യം നാട്ടിലേക്ക് പോയത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. കാരണം വലിയൊരു ഈവൻ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ലൈഫിൽ വളരെ സ്വീറ്റായിട്ടുള്ളൊരു മെമ്മറിയിലേക്ക് ചെന്ന് കയറുന്നൊരു ഫീലായിരുന്നു. അതായത് എൻ്റെ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും 65th വെഡിങ് ആനിവേഴ്സറി. അതിൻ്റെ പ്രിപ്പറേഷൻസാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്നെന്താ പരിപാടി ഇവിടെ? അമ്മ എന്നെ പറയണ്ടേ എന്താ പരിപാടി? എത്രാമത്തെ കൊല്ല? 65. അടിപൊളിയായിരുന്ന 65 കൊല്ലം? അടിച്ചു പൊളിച്ചു. ഇഷ്ടായ ഡെക്കറേഷൻ ഒക്കെ ഇഷ്ടായ? അത് കുഴപ്പമില്ല, കുറച്ച് ഓവറാവാ. അപ്പയ്ക്കും അമ്മയ്ക്കും 3 മക്കള്, ഡാഡി, സിസ്റ്റർ ആൻറ്റി, പിന്നെ ഷേർലി ആൻറ്റി. അങ്ങനെ അവരുടെ മക്കള്, അതായത് ഞങ്ങള്, പിന്നെ ഞങ്ങളുടെ മക്കള്, അതായത് ഇവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ മുത്തിയമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അമ്മ ദേ ഒരുക്കണു. അമ്മയുടെ മോനാണ് പിടിച്ചിരിക്കണേ. കണ്ട അങ്ങനെ പറഞ്ഞു. ഓക്കെ, ക്യാമറാമാനായിട്ട് ഒരു 5 മിനിറ്റ് അവനെ നിർത്തിയപ്പോഴുള്ള കോലാണ് ഇപ്പോൾ ഈ കണ്ടത്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടണം. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഇവരുടെ 60ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളെല്ലാവരും ഒരു 5 വർഷം മുമ്പ് ഒരുമിച്ച് കൂടിയായിരുന്നു. അങ്ങനെ സുന്ദരനെയും സുന്ദരീനെയൊക്കെ ഒരുക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല തിരക്കുള്ളൊരു ദിവസം ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. കുട്ടികളെ അമ്മാമ്മേനെയൊക്കെ ഒരുക്കി എല്ലാ പരിപാടികളും തീർത്തു. ഇനി കുർബാനയാണ്. 11 മണിക്ക് ഞങ്ങൾക്ക് പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു ഗെറ്റ് ടുഗെദർ, ഒരു ഫുഡ്, അതായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ മമ്മിയുടെ ബ്രദറാണ് കുർബാന ചൊല്ലിയത്. അങ്ങനെ കുർബാന എല്ലാം കഴിഞ്ഞു. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ. പലപ്പോഴും ഇവരുടെ കെയറും അറ്റൻഷനും തമ്മിലുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ തോന്നും ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 65 വർഷമൊന്നും ആയിട്ട്. അങ്ങനെ ഒന്ന് പൊന്തിക്കോ, ഞാൻ ഈ സാരിയെ വലിക്കാം. ആ ശരിയായില്ലേ? പരസ്പരം ട്രോളിയും കളിയാക്കിയും അതുപോലെ ഇങ്ങനെ എന്താ പറയുക, വളരെ ജോവിയലായിട്ട് വളരെ സ്വീറ്റായിട്ടാണ് ഞാൻ എപ്പോഴും ഇവരെ കണ്ടേക്കണം. മാക്സിമം ദേഷ്യം വന്നാൽ അമ്മ പറയുന്നൊരു വാക്ക് പോടോ എന്ന് മാത്രം. ഇങ്ങനെ പിടിക്കണ്ടേ, ഇങ്ങനെ പിടിക്കും. അങ്ങോട്ട് ഇങ്ങോട്ട് നിക്ക്. ആദ്യം പപ്പ. ഓ ലൈഫിൽ ഹാർഡ് ടൈംസ് വരുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് വർത്തമാനം പറയും, അവരോട് അതിൻ്റെ സൊല്യൂഷൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് ദേ യൂസ് ടു കം അപ്പ് വിത്ത് ഫെൻറ്റാസ്റ്റിക് സൊല്യൂഷൻസ്. വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് എന്ത് വേണം, എങ്ങനെ വേണം എന്നൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞു തരും. പിന്നെ ഇനി നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ യാതൊരു മടിയില്ല. അവരത് ഓപ്പണായിട്ട് പറയാറുമുണ്ട്. സോ ദേ ആർ മോർ ലൈക്ക് എ റിഫ്ലക്ഷൻ, ഒരു മിറർ പോലെ. നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും ഉത്തരം അതിന് നമുക്ക് തരും. അങ്ങനെ അപ്പോൾ എൻ്റെ ലൈഫിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള 2 പീപ്പിളാണ് ഇവർ. ആൻഡ് ഐ എം ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു ഗോഡ് ദാറ്റ് ഹി ഗിഫ്റ്റഡ് ദം ടു മീ. ഇത് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനാണ്. 2 എൻ്റെ, പിന്നെ 1 ഷാരു ചേട്ടൻ്റെ, പിന്നെ 2 ഷെറി ചേട്ടൻ്റെ. ഇത് ഷേർലി ആൻറ്റി എന്ന് പറയുന്നത് ഡാഡിയുടെ എൽഡർ സിസ്റ്ററാണ്. അപ്പോൾ അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അവരുടെ 2 മക്കളാണ് ഷാരു ചേട്ടനും ഷെറി ചേട്ടനും. സോ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഹോൾ സെലിബ്രേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള സെലിബ്രേഷൻ. പപ്പയുടെയും മമ്മയുടെയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടി. നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫ് ടൈമിലേക്കുള്ളൊരു ഫാമിലി ഫോട്ടോ എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ ഞങ്ങൾ ഇപ്രാവശ്യത്തെ പരിപാടിയിലെടുത്തു. ആൻഡ് ദാറ്റ് വാസ് ആർ ഡേ. ആൻഡ് ഹോപ്പ് യു പീപ്പിൾ എൻജോയ്ഡ് ദ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.